ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനത്തിന്റെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നാളെ നടക്കാൻ പോകുന്ന ഒറിജിനൽ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയാൻ പോണേ കേട്ടോ. അങ്ങനെ ഇന്നാണെന്നുണ്ടെങ്കിൽ ദേവിയുടെ കാര്യമല്ല ആനന്ദ് ചോദിക്കണോ, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കോ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആലോചിക്കാലോ ദേവിനെ ഏത് അവസ്ഥയിലാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന്. ഞങ്ങൾ അമ്മയുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ എന്നാണ് നോക്കണത്. ബ്ലീഡിങ് ഇതുവരെ കൺട്രോൾഡ് അല്ല എന്ന് പറയാണ്. അപ്പോ എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നാണ് ഡോക്ടർ പറയണത്. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം, ഞാൻ പറഞ്ഞില്ലേ അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. ആനന്ദ് ആ കുഞ്ഞുടുപ്പുകളൊക്കെ നോക്കി പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ദൈവമംഗലത്താണെന്നുണ്ടെങ്കിൽ ബാലനും ഗോമതിയൊക്കെ നോക്കി നിൽക്കെ അലോകിന് ബോധം വന്ന് അലോകന് അവിടെ നിന്ന് എഴുന്നേക്കുവാട്ടോ. എഴുന്നേക്കുമ്പോഴേക്കും ബാലന് ഒറ്റ അടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്റെ കുടുംബം നശിക്കാൻ വേണ്ടി നീ ഇവിടെ വന്നത് എന്തിനാടാ? നിന്നെ ആരാണ് ഇവിടെ കയറ്റിയത്? ആര് പറഞ്ഞിട്ടാടാ നീ ഇവിടെ വന്നത് എന്നൊക്കെ ചോദിക്കണം. അത് കേൾക്കണ അലോക് പതിക്കെ സുകന്യയുടെ മുഖത്ത് നോക്കുമ്പോ സുകന്യയുടെ തടി തപ്പാൻ വേണ്ടി അലോക് വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടുന്ന് പോവാൻ നോക്കിയേ, പോടാ വെറുതെ അടി മേടിക്കാതെ, ദേ ഇപ്പൊ നമ്മൾ പോകേണ്ടത് ദേവിയുടെ അടുത്താ എന്നൊക്കെ പറഞ്ഞിട്ട് സുകന്യ അവിടുന്ന് അലോകിനെ നൈസായിട്ട് രക്ഷപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അലോക് വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഈ കാര്യമൊന്നും പറയുന്നില്ല, പക്ഷെ അമ്മയടുത്ത് നാളെ സത്യങ്ങൾ പറയുന്നുണ്ട്. അത് മാത്രല്ല പറയുകയും ചെയ്യും, ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും അനുവിനെ എന്റെ ഭാര്യയായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് അലോക് പ്രതിജ്ഞ എടുക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ നാളെ കാണിക്കാൻ പോണത് ദേവിനെ കാണാൻ വേണ്ടി ബാലനും ഗോമതിയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ആ സമയത്ത് ആനന്ദ് അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. ആനന്ദിന്റെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ട് ബാലനും ഗോമതി. മോനെ ഇങ്ങനെ കരയല്ലേ, ദേവിനെ എന്താ പറഞ്ഞ ഡോക്ടർ? ദേവിക്ക് കുഴപ്പമുണ്ടോ, കുഞ്ഞിന് കുഴപ്പമുണ്ടോ എന്നൊക്കെ ബാലൻ ചോദിക്കുമ്പോഴേക്കും കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പും പറഞ്ഞിട്ടില്ല ഡോക്ടർമാര്. ദേവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മേനെങ്കിലും രക്ഷിക്കണമല്ലോ. ഗോമതി പണ്ട് മോനെ നീ ഇങ്ങനെ വിഷമിക്കല്ലേ, നോക്ക് ദേവിയുടെ ജീവന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്, അവക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. മീനാക്ഷി അവിടേക്ക് വരുന്നുണ്ട്. ആ അമ്മ അച്ഛനും എത്തിയോ? ഞാൻ അപ്പുറത്ത് ആനന്ദേട്ടൻ ഭയങ്കര വിഷമത്തേക്ക് വെള്ളം മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു. ആനന്ദേട്ട വെള്ളം കുടിക്ക്. എനിക്കൊന്നും വേണ്ട മീനാക്ഷി. അതെങ്ങനെ പറഞ്ഞാൽ ശരിയാവും ആനന്ദേട്ട? ആനന്ദേട്ടൻ വെള്ളം കുടിക്ക്. ഞാൻ വിളിച്ചപ്പോഴേക്കും ആനന്ദേട്ടൻ ഓടിപ്പെടഞ്ഞു വന്നതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. 10 മിനിറ്റ് കൊണ്ട് ആനന്ദേട്ടൻ ഇവിടെ എത്തിയത്. വെള്ളം കുടിക്കുക ആനന്ദേട്ട എന്ന് പറയാണ്. ബാലനും ആ വെള്ളം മേടിച്ച് നമ്മുടെ ആനന്ദിന്റെ കയ്യിൽ കൊടുക്കേണ്ട. ആനന്ദ് വെള്ളം കുടിക്കട എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. മീനാക്ഷി ഓടി ഡോക്ടറിന്റെ അടുത്തേക്ക് പോയി ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എങ്ങനെയുണ്ട് ദേവി അടുത്തേക്ക്? കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ? ആ ബ്ലീഡിങ് കൺട്രോൾഡ് ആയി, ദേവി ഓക്കെ ആണ് എന്ന് പറയാണ്. അത് പറഞ്ഞിട്ട് ഡോക്ടർ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അത് കേൾക്കണതും മീനാക്ഷിയും ഗോമതിയൊക്കെ തുള്ളിച്ചാടാണ്. അപ്പൊ അവര് വിചാരിക്കണ എന്താണ്, ദേവിക്ക് കുഴപ്പമില്ല, അപ്പൊ കുഞ്ഞിനും കുഴപ്പമുണ്ടാവില്ലല്ലോ. അപ്പൊ ഇവരിങ്ങനെ സന്തോഷിക്കണമ്പോ ആനന്ദ് അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ ഡോക്ടർ പറഞ്ഞത്? ആർക്കും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു മോനെ എന്ന് ഗോമതി പറയാണ്. സത്യമായിട്ടും ഡോക്ടർ അങ്ങനെ പറഞ്ഞൂന്നേ. അപ്പൊ ആനന്ദിന് ഭയങ്കര സന്തോഷമാവണം. അയ്യോ ഞാൻ ആകെ ടെൻഷനായി പോയി. അപ്പൊ ബാലൻ നമ്മുടെ ആനന്ദിനെ ചേർത്ത് പിടിക്കുന്നുണ്ടാ. മോനെ നമ്മളൊന്നും ദൈവം കൈ വിടില്ലടാ. ഞാൻ പറഞ്ഞിട്ടില്ലേ ആ ദേവി മോൾക്കും കുഞ്ഞിന് ഒരു ആപത്തും സംഭവിക്കില്ല, സമാധാനമായിട്ടിരിക്കുക. അപ്പോഴേക്കും അവിടേക്ക് ആര്യനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആര്യനൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ആര്യനും മറ്റേ നമ്മുടെ മീനാക്ഷിയുടെ ഭർത്താവ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചോദിക്കണ്ടേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ ദേവി അടുത്തേക്ക്? ഒരു കുഴപ്പമില്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഇതെങ്ങനെയാ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോ ആരും പരസ്പരം ഒന്നും പറയുന്നില്ല. ബാലൻ പറയണ്ട്, എടാ ആര്യ നോക്ക്, ഈ സമയത്ത് വരെ ബഹളവും ഒന്നും എടുക്കരുത്. വലിയൊരു സംഭവമാണ് നമ്മുടെ കുടുംബത്തെ സംഭവിച്ചത്. അതിപ്പൊ പറയാനുള്ള മാനസികാവസ്ഥയിലല്ല. ഇപ്പൊ നമ്മൾ ദേവി മോളുടെയും കുഞ്ഞിന്റെ ആരോഗ്യത്തെ കുറിച്ച് മാത്രം ശ്രദ്ധിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എന്നാലും ദേവിയടുത്തേക്ക് ഈ അവസ്ഥ വരുത്തിയത് ആരാന്ന് അറിയണോല്ലോ അച്ഛാ. ദേവിയടുത്ത് തന്നെത്താനെ വീണതാണോ അതോ എന്തിനു സംഭവിച്ചതാണോ എന്നൊക്കെ ചോദിക്കുമ്പോ മീനാക്ഷി പണ്ട് ആര്യ ഇപ്പൊ അതൊന്നും അല്ലല്ലോ ചിന്തിക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇവിടെ നിൽക്കാം. ആനന്ദേട്ടനാകെ തളർന്നിരിക്കുന്ന കണ്ടില്ലേ? ആനന്ദേട്ടൻ ഇതുവരെ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. നിങ്ങളൊന്ന് ആനന്ദേട്ടൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിപ്പിക്കുകയോ കുടിപ്പിക്കുകയോ ചെയ്യുന്നു പറയണം. അപ്പൊ ആനന്ദ് പറഞ്ഞു, ഇപ്പൊ എനിക്ക് സന്തോഷമായി, എനിക്ക് എന്റെ ദേവിക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലല്ലോ, ഇപ്പോഴെനിക്ക് സമാധാനമായതെന്നൊക്കെ ആനന്ദ് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആനന്ദ് ചോദിക്കണ്ട്, ഡോക്ടർ എനിക്കൊന്ന് കാണണമെന്ന് ദേവിനെ കാണാൻ പറ്റുമോ? സോറി, വലിയൊരു ഓപ്പറേഷൻ ആണ് കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ കുഞ്ഞ് അത്യാവശ്യം വളർച്ചയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അറിയാലോ, ചെറുതായിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നത്? കുഞ്ഞിനെ എടുത്തെന്നോ? അതെ, ഞാൻ നേരത്തെ ആനന്ദിനോട് സൂചിപ്പിച്ചില്ലേ നമുക്ക് അത് കിട്ടില്ലെന്ന്. അപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ലെന്ന്. അത് ഞാൻ ദേവിക്ക് കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. കുഞ്ഞിന്റെ കാര്യം ഞാൻ ആനന്ദിനോട് സൂചിപ്പിച്ചതാണല്ലോ. അല്ലെങ്കിലും നിങ്ങളൊക്കെ പഠിപ്പും വിവരമുള്ളവരല്ലേ, നിങ്ങൾക്ക് ആലോചിച്ചൂടെ? അത്ര ഒരു ബ്ലീഡിങ് അവസ്ഥയിൽ പ്രഗ്നന്റ് ലേഡിനെ ഇവിടെ കൊണ്ടുവന്ന എന്താണ് അവസ്ഥ എന്ന് ആലോചിച്ചൂടെ? കുഞ്ഞിനെ 7-8 മാസമൊന്നല്ലല്ലോ അയക്കണത്, വെറും 4-5 മാസമല്ലേ ആയിട്ടുള്ളൂ എന്ന് പറയാണ്. അത് കേൾക്കണം പിന്നെ എല്ലാവരും തകർന്നു പോവാണ്. അപ്പൊ മീനാക്ഷി ഡോക്ടറോട് ചോദിക്കണം. അപ്പൊ ഡോക്ടർ പറഞ്ഞു വരുന്നത് കുഞ്ഞിന് അതെ കുഞ്ഞു പോയി, പക്ഷെ കുഴപ്പമൊന്നുമില്ല, ദേവി ഓക്കെയാണ്, ഇനിയും ഒരുപാട് കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള കഴിവ് ദേവിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഡോക്ടർ പോകുന്നുണ്ട്.
പക്ഷെ അപ്പോഴേക്കും ആനന്ദ് ഭ്രാന്ത് പിടിച്ച പോലെ ആവാട്ടോ. ആനന്ദ് പണ്ട് അപ്പോ എന്റെ കുഞ്ഞു പോയി, ഞാൻ അപ്പൊ ഇത്ര നാൾ കാത്തിരുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഓരോരോ സെക്കൻഡും ഞാൻ എന്റെ കുഞ്ഞിന്റെ മുഖം ആലോചിച്ചിരിക്കുമായിരുന്നു. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും എന്റെ ദേവിക്ക് ഇത് ആഗ്രഹം ഉണ്ടാവോ, ദേവിക്ക് ആഗ്രഹമുള്ള ഫുഡ് എന്തായിരിക്കും എന്ന് വെച്ചാൽ ആലോചിച്ച് ഞാൻ എന്തൊക്കെയാ ചെയ്തതെന്ന് അറിയാവോ? ദേവിക്ക് വേണ്ടി ബുക്സും കുഞ്ഞിനുള്ള ഉടുപ്പൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ കുഞ്ഞെ വേണോ അച്ഛാ, എനിക്ക് എന്റെ കുഞ്ഞിന് അത് പറ്റില്ല അച്ഛാ എന്നൊക്കെ പറയുമ്പോ ഗോമതി പണ്ട് മോനെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണ? അപ്പൊ നിനക്ക് ദേവി മോളുടെ ജീവന് ഒരു വിലയില്ലേ? അമ്മ അതല്ല, ഞാനും ദേവി ഒരുപാട് സ്വപ്നം കണ്ടത് ആ കുഞ്ഞിനെ വരെ ഇടാനുള്ള പേര് പോലും ഞങ്ങൾ നോക്കി വെച്ചതാണ്. ആ കുഞ്ഞിന് എനിക്ക് വേണം, ആ കുഞ്ഞില്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ലെന്ന് വെച്ചാൽ പോവില്ലെന്ന് പറഞ്ഞിട്ട് ആനന്ദ് അവിടെ പൊട്ടിക്കരയാണ്. ഗോമതിയും ബാലനൊക്കെ പൊട്ടിക്കരയുന്നുണ്ട്. ആ സമയത്ത് ബാലൻ ഗോമതിനെ മാറ്റി നിർത്തി പറയണ്ട്, ഇതിനൊക്കെ കാരണക്കാരൻ അലോകാണ് നമ്മുടെ പേരക്കുട്ടിനെ ഇല്ലാതാക്കിയത്. അവൻ വന്നത് കൊണ്ടാണ് ഇത്രയൊക്കെ ദുരന്തം നമ്മുടെ വീട്ടിലുണ്ടായത്. ഇതെങ്ങാനും ആര്യനും ആനന്ദും അറിഞ്ഞാലുണ്ടല്ലോ അലോകിന്റെ മരണം അപ്പൊ സംഭവിക്കും. അല്ല, എനിക്കറിയണം അവൻ എന്തിനാണ് അവിടെ വന്നതെന്ന്, അവൻ ആര് വിളിച്ചിട്ട് അവിടെ വന്നതെന്ന് എനിക്കറിയണം. ഗോമതി പറയുന്നുണ്ട്, ബാലേട്ട അത് ബാലേട്ടൻ എന്തിനാ ഇങ്ങനെ ആലോചിച്ചു കൂട്ടണത്? അത് നമ്മുടെ മോളായിരിക്കും, ബാലേട്ടന് ഊഹിച്ചൂടെ? അല്ല, അവളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല അവള് വിളിച്ചിട്ടാണ് അവൻ വന്നതെന്ന്. ഉറപ്പായിട്ടും അവള് വിളിച്ചിട്ടല്ല അവൻ വന്നത്. ഞാൻ അതിന് സത്യാവസ്ഥ മനസ്സിലാക്കും. ആരാണെങ്കിലും ഞാൻ ക്ഷമിക്കില്ല. ഞാനും ആനന്ദ് മാത്രമല്ല, നമ്മളും കാത്തിരുന്നില്ല ഗോമതി പേരക്കുട്ടിനെ ഒന്ന് എടുക്കാനായിട്ട്, കാണാനായിട്ട്. ആ കൊച്ചിന്റെ 28 കെട്ട് ചടങ്ങ് എങ്ങനെ നടത്തണമെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചായിരുന്നു. ഇന്നലെ വരെ ഞാൻ രാമേട്ടനോട് പറഞ്ഞതാണ് ഈ കുഞ്ഞ് 28 കെട്ട് ചടങ്ങ് എല്ലാവരും വിളിച്ച് ആഘോഷമായിട്ട് നടത്തണമെന്ന്. ബാലന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ആദ്യത്തെ കുഞ്ഞായിരുന്നു അത്. ഇനി അതിന് പുറകെ നമ്മുടെ മീനാക്ഷി, മിത്ര, പിന്നെയും ദേവി, മീനാക്ഷി, മിത്ര, അങ്ങനെ കുഞ്ഞുങ്ങൾ കൊണ്ട് നിറയും രാമേട്ട. എന്റെ വീട് ദേവമംഗലം ശരിക്കും ദൈവത്തിന്റെ കരങ്ങളാകും, ദൈവത്തിന്റെ പാദങ്ങൾ പതിക്കുന്ന കുഞ്ഞുങ്ങൾ വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് എത്രയൊക്കെ സ്വപ്നങ്ങൾ കണ്ടതാണെന്നറിയാവോ? ഇതൊക്കെ ഇല്ലാതാക്കിയത് ആരാന്ന് ഞാൻ കണ്ടുപിടിക്കും ഗോമതി എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ അവിടുന്ന് ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. മീനാക്ഷി വേണം, അമ്മേ നമ്മൾ എന്ത് ചെയ്യും അമ്മേ, ഇത് നമ്മൾ എങ്ങനെയാമേ ദേവി എടുത്തത് പറയാ? ഇല്ല, എനിക്കിത് പറയാൻ പറ്റില്ല എന്ന് ഗോമതി പറയാണ്. മീനാക്ഷി വേണ്ടില്ല, എനിക്കും പറ്റില്ല, എനിക്ക് ദേവി എടുത്തിനെ ഫേസ് ചെയ്യാൻ പോലും വയ്യ. ഓ ഗോമതി പണ്ട് മോളെ നിനക്കാണ് കുറച്ചെങ്കിലും ധൈര്യമുള്ളത്, നീ തന്നെ പറ. ഇല്ല അമ്മേ, എനിക്കിതിനൊട്ടും ധൈര്യമില്ല. അമ്മ എന്താ പറഞ്ഞത്? എനിക്ക് പറ്റില്ല അമ്മേ, എനിക്ക് ദേവിയത്തിനെ ഫേസ് ചെയ്യാൻ വയ്യ, ഞാനൊരു ദൈവത്തിനെ കാണാൻ പോലും എനിക്ക് പറ്റില്ല അമ്മേ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷിയും പൊട്ടിക്കരയാണ്. അപ്പോ ഡോക്ടർ തന്നെയാണ് ദേവി എടുത്ത് കാര്യങ്ങളൊക്കെ പറയണത്. ദേവി ബോധം വരുമ്പോ ആദ്യം സിസ്റ്ററോട് ചോദിക്കും എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോന്നാണ്. അപ്പൊ ദേവിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഏറെ കുറെ കാര്യങ്ങളൊക്കെ, ട്രിപ്പും പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ദേവിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ദേവി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കുഞ്ഞിനെന്തെങ്കിലും പറ്റുമോ ചോദിക്കുമ്പോ നേഴ്സ് ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ എന്തൊന്നും മിണ്ടാത്തതെന്നൊക്കെ ചോദിക്കും. ബഹളം ഉണ്ടാക്കണം അവിടെ വെച്ച്, ഡോക്ടർ എന്ന് വിളിച്ച് ഭയങ്കര ബഹളം ഉണ്ടാക്കണം. അപ്പൊ ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ട്. എന്താ ദേവി, എന്തിനാ ബഹളം ഉണ്ടാക്കണത്? എന്റെ കുഞ്ഞെന്തിയെ? എന്റെ കുഞ്ഞിനെ കുറിച്ച് ചോദിക്കുമ്പോഴേ ഈ നേഴ്സ് ഒന്നും മിണ്ടുന്നില്ല, എന്റെ കുഞ്ഞെന്തിയെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ സത്യം പറയണം, സോറി ദേവി, നിങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടിയില്ല ഈ പ്രാവശ്യം എന്നിങ്ങനെ പറയണ്ട്. പിന്നെ ദേവിയുടെ ഭ്രാന്ത് പിടിച്ച പോലത്തെ ഒരു അവസ്ഥയാണ്. ദേവിയുടെ കരച്ചിൽ പുറത്തു നിന്നിട്ട് എല്ലാവരും കേട്ട് അവരവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനൊക്കെ കാരണക്കാരി സുകന്യാണെന്ന് ബാലൻ തന്നെ കണ്ടുപിടിക്കോട്ടോ. കാരണം നമ്മുടെ അലോകിന്റെ ഫോണ് അവിടെ കിടപ്പുണ്ട്. അലോക് ഫോൺ എടുക്കാനാണ് അവിടേക്ക് പോയത്. അലോകിന്റെ ഫോൺ ഒന്ന് പരിശോധിച്ചാൽ മതി ബാലൻ. സുകന്യാണ് ഇതിന് പിന്നിൽ കണ്ടുപിടിക്കാനായിട്ട്. അതുകൊണ്ട് ഒരു തെളിവ് എവിടെയെങ്കിലും ദൈവം വെക്കുമല്ലോ, ആ ഒരു തെളിവാണ് അലോകിന്റെ ഫോൺ. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.